പാളിയപ്പുറം ടീമിൻ്റെ തന്നെ അഭിലാഷ് ചേട്ടൻ തന്നെയാണ് റൈറ്റർ, വിഷ്ണു ചേട്ടൻ തന്നെയാണ് ഡയറക്ടർ. അത് ഈ മാസം തന്നെ നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. സിനിമ എനിക്ക് ഇഷ്ടമായി, നല്ല സിനിമയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പേടിച്ചു, ഞാനും പേടിച്ചു, ചിരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിരുന്നു. ഇടയ്ക്കൊക്കെ നമ്മൾ പേടിച്ചു, പിന്നെ ആ മനയിലായിരുന്നു, അതും ഇങ്ങനെ കുറച്ച് പേടിപ്പിക്കുന്ന മനയായിരുന്നു, പക്ഷെ എല്ലാം അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. നിങ്ങളിവിടെ വന്ന സിനിമ കാണുന്ന സമയം എന്തായാലും എൻജോയ് ചെയ്യും. പുതിയ സിനിമ പടം സിനിമ അത് ഗംഭീര ഒരു പടം എന്ന് ഞാൻ പറയും. കാരണം ഇപ്പോൾ എന്താ ഒരു ഹൊറർ പശ്ചാത്തലമായ കാരണം BGM ഒക്കെ നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. BGM ആണ് പടത്തിൻ്റെ മെയിൻ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിലും എല്ലാവരും കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സൈജി കുറുപ്പായാലും ദേവനന്ദി ആയാലും എല്ലാവരും നല്ല കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടിംഗ് വൈസ് ഒന്നും പറയാനില്ല, എല്ലാവരും മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പടത്തിൽ BGM ആണ് കൊണ്ടുപോയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും BGM നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. പേടിക്കാൻ അത്ര ഹൊറർ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ പേടിക്കാനായിട്ട് അത്രയ്ക്കില്ല. കാരണം ഈ തെയ്യവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് എനിക്കറിയില്ല എന്താ തെയ്യം എന്താ ഗുളിക എന്താണെന്നും എനിക്കറിയില്ല. അപ്പോൾ അത് നമുക്കൊരു കണ്ട് ആസ്വദിക്കുന്ന ഒരു രീതിയിൽ ഇരുന്ന് കണ്ടു. ആ എക്സ്പീരിയൻസ് ആണ് അത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ ശരിക്കും ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാം ആ BGM കാര്യങ്ങളൊക്കെ കൊള്ളാം. ഞാൻ ഈ സിനിമയിൽ ഒരു ചെറിയ കഥാപാത്രം അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ആക്ടിങ് എക്സ്പീരിയൻസ് ആണ്. കണ്ട പ്രേക്ഷകരാണ് പറയേണ്ടത് അത് എത്രത്തോളം നന്നായി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ വളരെ സന്തോഷം തോന്നി എല്ലാവരും ഒരുമിച്ച് സിനിമ കണ്ടപ്പോൾ. കുട്ടികളും അതുപോലെ തന്നെ മണിമുള്ള രാജ് സാറാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. മനു എൻ്റെ സീനിയറായിട്ട് കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇതിലേക്കൊരു ചാൻസ് കിട്ടുന്നത്. അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മനുവിനെ ഓർത്ത് വിളിച്ച് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ മനുവിനോട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ ഒരു പുതുമുഖമായ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന മണിമുള്ള രാജ് സാറിനും നന്ദി പറയുകയാണ്. പിന്നെ ഇതൊരു കുട്ടികളുടെ സിനിമയാണ്. കുട്ടികളെല്ലാവരും ഒരുമിച്ച് വെക്കേഷൻ സമയത്ത് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന, ഫാമിലിയോടുകൂടി വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിനൊരു സൗണ്ടും വിഷ്വൽ ട്രീറ്റ്മെൻറ്റും എല്ലാം വളരെ നന്നായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ടെക്നിക്കൽ ബ്രില്യൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കണ്ടിട്ട് അതാണ് തോന്നുന്നത്. അപ്പോൾ ഓഡിയൻസിനും അത് അതുപോലെ ആസ്വദിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പ്രേക്ഷകരോട് എല്ലാവരും കുടുംബത്തോട് വന്ന് കാണുക. ഇത് വെക്കേഷൻ കാലത്ത് എല്ലാവരും ഒരുമിച്ച് വന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ്. അപ്പം കുട്ടികളെ പേടിപ്പിക്കുന്ന അങ്ങനെയൊന്നുമില്ല, പക്ഷെ അവർ എൻ്റർടൈൻ ചെയ്ത് ത്രില്ലടിച്ച് ഒരുമിച്ചിരുന്ന് കളിച്ച് കാണാൻ പറ്റുന്ന രസകരമായ കുറേ മുഹൂർത്തങ്ങളുണ്ട്. അപ്പം എല്ലാവരും വന്ന് കാണുക, ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക.